ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു വൈറസ് മനുഷ്യരാശിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് പലർക്കും ഒരു സമസ്യയായി തോന്നുന്നുണ്ട്. SARS-CoV-2 എന്ന ഇത്തിരി പോന്ന ഈ വൈറസിനെ എന്തുകൊണ്ട് നമുക്ക് വരുതിയിൽ നിർത്താൻ സാധിക്കുന്നില്ല? ഇത്തരം പുതിയ വൈറസുകൾ എങ്ങനെ ജന്മമെടുക്കുന്നു? ഈ കാര്യങ്ങൾ ഒരു വൈറസ് ഗവേഷകനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചങ്ങനാശ്ശേരി SP കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ഇറ്റലിയിലെ ട്രയസ്റ്റയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജിയിലെ ഗവേഷകനുമായ ഡോക്ടർ ശ്രീജിത്ത് രാജശേഖരൻ ഈ ലോക്ക്ഡൌൺ കാലത്തും തന്റെ റിസർച്ച് ലാബിൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. കൊറോണ വൈറസിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയെന്നും തന്റെ ഗവേഷണങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ഡോക്ടർ ശ്രീജിത്ത് വിവരിക്കുന്നു. Hi Srijit. Hello sir. Srijit, you still live in Italy, right? അതെ ഇപ്പോഴും ഇറ്റലിയിലാണ്. And you love research, I believe. Of course. തീർച്ചയായിട്ടും. Yeah. And why didn't you come back? Because Italy എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു സ്ഥലമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. You did not want to come back? It is true. Italy എന്ന് പറയുമ്പോഴത്തെ China is no longer the most prominent hotspot. ഇപ്പോൾ ആ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇറ്റലിയിലോട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഡേറ്റ വെച്ച്. കമ്മിങ് ബാക്ക് ഹോം, യെസ്, വീട്ടിൽ നിന്ന് ഫാമിലി അച്ഛനമ്മമാർ വിളിക്കുന്നുണ്ട്, അവിടെ പ്രശ്നമാണ്, നാട്ടിലോട്ട് വാങ്ങുക. പക്ഷെ ആസ് എ വൈറോളജിസ്റ്റ് ഐ തിങ്ക് ദിസ് ഇസ് ദ ടൈം വിച്ച് ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് വി ഗെറ്റ് എ പാൻഡമിക് എവറി ടൈം, ബട്ട് ആസ് എ വൈറോളജിസ്റ്റ് ദിസ് ഇസ് വാട്ട് ഐ സ്റ്റഡീഡ്. സോ this is an opportunity maybe once in a lifetime. So Srijit, ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തതിന്റെ ഗുണമുണ്ടായോ ശ്രീജിത്തിന്? Of course, stay back ചെയ്തതിന്റെ ഗുണമുണ്ടായി. I was offered the opportunity to work on the virus. കാരണം ഈ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് ലാബിലെ ബെഞ്ചിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നോർമൽ ഒരു ലാബിൽ ഇപ്പം നമ്മുടെ SP കോളേജിലെ മൈക്രോബയോളജി ലാബ്സ് നമ്മൾ എടുത്താൽ ഇറ്റ്സ് എ നോർമൽ ബയോസേഫ്റ്റി ലെവൽ 1. കൊറോണ വൈറസ് SARS-CoV-2 എന്ന് പറയുന്നത് ബയോസേഫ്റ്റി ലെവൽ 3 ആണ്. അതിനായ സെപ്പറേറ്റ് ലാബ് വേണം. വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ഷുഡ് കവർ ഹിംസെൽഫ് വിത്ത് ലാബ് കോട്ട്സ് ആൻഡ് ഗ്ലവ്സ് ആൻഡ് വെയർ എ പ്രൊട്ടക്റ്റീവ് മാസ്ക്. അങ്ങനെ റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ ആ ലാബിലോട്ട് പോകുന്ന ഒരു വസ്തുവും പുറത്തോട്ട് ഓട്ടോക്ലേവ് ചെയ്ത് വരത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ഓട്ടോക്ലേവ്. എവറി ബ്ലഡ് സാമ്പിൾ, എവറി സ്പെസിമെൻ, എവറിത്തിങ് ഷുഡ് ബി ഓട്ടോക്ലേവ്. അപ്പം ബയോസേഫ്റ്റി ലെവൽ 3 ഉണ്ട്. അതിന് മുകളിൽ ഒരെണ്ണമുണ്ട്, ബയോസേഫ്റ്റി ലെവൽ 4 എന്ന് പറയും. നമ്മുടെ എബോള ഒക്കെ ബയോസേഫ്റ്റി ലെവൽ 4 ആണ്. It depends upon the severity of the pathogen we are dealing with. That number of cases അല്ല, പക്ഷെ ആ ഒരു പാത്തോജന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ബയോസേഫ്റ്റി ലെവൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റലിയിൽ നിന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ BSL-3 എനിക്ക് BSL-3 എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സീക്ക ആണെങ്കിലും വെസ്റ്റ് നൈൽ വൈറസസ് ആണെങ്കിൽ പോലും അവർക്കും ബയോസേഫ്റ്റി ലെവൽ 3 ആണ് വേണ്ടത്. അപ്പം അത് ആ ഒരു എക്സ്പെർട്ടീസ് വന്നു. പക്ഷേ ഇവിടെ നിന്നുകൊണ്ടാണ് എനിക്ക് കൊറോണ വൈറസിൽ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും സീക്വൻസിങ്ങിന്റെ ഒക്കെ ഭാഗമാകാൻ പറ്റിയതും. സോ വിച്ച് വാസ് എ വെരി ഗുഡ് ഡിസിഷൻ ടു സ്റ്റേ ബാക്ക്. ഈ സീക്വൻസിങ് അത് ചെയ്തതിനെ കുറിച്ച് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്താണ്? യെസ്, ഞാൻ താമസിക്കുന്ന ഇറ്റലിയിലെ ഭാഗത്ത് ആദ്യത്തെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഏർലി മാർച്ചിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ലാബിൽ എൻ്റെ ബോസിന് പുള്ളിക്ക് കൊലാബറേഷൻസ് ഉണ്ട് ഹോസ്പിറ്റലായിട്ട്. പിന്നെ ഈ റീജിയനിൽ ഞങ്ങൾക്ക് മാത്രമേ ഒരു ഓത്തറൈസ്ഡ് ബയോസേഫ്റ്റി ലെവൽ 3 ലബോറട്ടറി ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാമ്പിൾസ് ഒക്കെ ഡീൽ ചെയ്യണമെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാം, ഹോസ്പിറ്റൽസിലൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗ്രോ എ വൈറസ് അതുപോലെയുള്ള ചെയ്യണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബയോസേഫ്റ്റി ലെവൽ 3 ലബോറട്ടറി വേണം. അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പോസിറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത സാമ്പിൾസിനെ അവർ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ആ സാമ്പിൾ ഞങ്ങൾ ലാബിൽ വളരെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ഈ പറഞ്ഞ ബയോസേഫ്റ്റി ലെവൽ 3 ലാബിനകത്ത് ലാമിനാർ എയർ ഫ്ലോ ഹുഡിൻ്റെ അടിയിൽ നമ്മൾ തുറന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുത്ത് സെൽസിനെ നമ്മൾ ഇൻഫെക്ട് ചെയ്തു. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെൽസ് ഈ പേർപ്പസിന് വീറോ E6 എന്ന് പറഞ്ഞ സെൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വീറോ E6 എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ വൈറസസും ഈ സെൽസിനെ ഇൻഫെക്ട് ചെയ്യും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ലിന് വൈറസിനെ പറ്റിയ റിസപ്റ്റർ ഇല്ലെങ്കിൽ ആ സെല്ലിനെ വൈറസ് ഇൻഫെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാമ്പിളിൽ നമ്മൾ വൈറസിനെ ഗ്രോ ചെയ്യുന്ന തന്നെ ഇറ്റ് ഇസ് നോട്ട് ഈസി. കാരണം നോട്ട് ഓൾ വൈറസസ് ഗ്രോ ഇൻ സെൽ കൾച്ചർ ഓർ ഇൻ വൈവോ. നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ട് ചെയ്തിട്ട് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എല്ലാ വൈറസും ചെയ്യത്തില്ല. സോ ഒരു ഇത്തിരി പേഷ്യൻസ് വേണം, ഒരു ലക്കും വേണം ആ ഒരു സെൻസിൽ. സോ ഈ വീറോ E6 എന്ന് പറയുന്ന സെൽസിൽ
ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് സാമ്പിൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് യു ഇൻഫെക്ട് ദീസ് സെൽസ്. എന്നിട്ട് എവറി ഡേ യു ലുക്ക് ദ സാമ്പിൾ, യു ലുക്ക് അറ്റ് ദ സെൽസ്. കാരണം വൈറസ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നമുക്ക് വൈറസിനെ കാണാൻ പറ്റത്തില്ല. എന്നാൽ വൈറസ് അവിടെ വളരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ യു ലുക്ക് അറ്റ് ദീസ് സെൽസ്, ഇൻഫെക്ട് ചെയ്ത സെൽസിനെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കും, എന്നും നോക്കും. സൈറ്റോപാത്തിക് എഫക്ട്സ് ആണ് നമുക്ക് ഇൻഡിക്കേഷൻ വൈറസ് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇതിൽ SARS-CoV-2 ഞങ്ങൾ കണ്ട സൈറ്റോപാത്തിക് എഫക്ട് എന്ന് വെച്ചാൽ സെൽ സ്റ്റാർട്സ് ടു റൗണ്ട്. അതായത് സെൽസ് ഡോണ്ട് ഡൈ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ദേ സ്റ്റാർട്ട് ടു റൗണ്ട് ആൻഡ് ദെൻ ദേ സ്റ്റേ ടുഗദർ ഇൻ എ പ്ലേസ് ആൻഡ് ദെൻ എവൻച്വലി ദേ ഡിറ്റാച്ച് ആൻഡ് ദേ ഡൈ ഓഫ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏതൊരു വൈറസ് ആണെങ്കിൽ പോലും ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈറസ് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് യു ലുക്ക് അറ്റ് ദ സൈറ്റോപാത്തിക് എഫക്ട്. സെൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, സെല്ലിന് നോർമൽ മോർഫോളജി എന്നുള്ള ഡീവിയേഷൻസ് വരുന്നുണ്ടോ, സാധാരണ രീതിയിൽ ഒരു ഇൻഫെക്ഷനിൽ വരുന്ന ഡീവിയേഷൻസ് വരുന്നുണ്ടോ നോക്കിയിട്ടാണ് ദാറ്റ്സ് വെൻ യു ഡിസൈഡ്. ആൻഡ് ദെൻ യു നോ ദാറ്റ് യെസ് യു ആർ സക്സസ്ഫുള്ളി ഏബിൾ ടു കൾച്ചർ ദ വൈറസ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വൈറസ് ഐസൊലേറ്റ് ചെയ്തത്. അതിനുശേഷം ഐസൊലേറ്റ് ചെയ്ത വൈറസിൽ നിന്ന് RNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ RNA സീക്വൻസിങ്ങിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എക്സ്പേർട്സ് ഇൻ സീക്വൻസിങ്. It involves a lot of automation and so many things. അവർ അതിനെ സീക്വൻസ് ചെയ്തിട്ട് and then they match with the known sequences of SARS-CoV-2. വുഹാനിൽ നിന്നുള്ള സീക്വൻസ് അങ്ങനെ മാച്ച് ചെയ്യും. നേരത്തെ ഇതുപോലെ ചെയ്ത ലാബുകൾ മറ്റു ലാബുകളും ഉണ്ട്. അപ്പോൾ അവരുടെ സീക്വൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു SARS-CoV-2 ഇത് ചൈനയിൽ നിന്ന് തുടങ്ങിയിരുന്ന സെയിം സാധനം തന്നെയാണോ, ഓർ ഇറ്റ് ഹാസ് what is the rate of the mutations that is accumulating. അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വൈറസിന്റെ ഒറിജിൻ മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു സ്റ്റഡി ദ സീക്വൻസസ് ത്രൂ ഔട്ട് ദി സ്റ്റഡി. സോ അങ്ങനെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്തതും സീക്വൻസ് ചെയ്തതും സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സീക്വൻസ് GSIAD വെബ് സോഴ്സിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദ പേപ്പർ ഹാസ് ഓൾസോ ബീൻ പബ്ലിഷ്ഡ് ഇൻ ജേർണൽ ഓഫ് വൈറോളജി. ഇതിന്റെ സീക്വൻസിന്റെ സൈസ്, ജീനോം സൈസ് എത്രയുണ്ട്? 30. It's one of the biggest 30 kilo base pairs. It's very very big. ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്ത സെയിം സ്ട്രെയിൻ ആയിരുന്നു ഇവിടെ ഐഡന്റിഫൈ? It's not the same isolate. ഇപ്പം സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് this is actually a small debate which is going on. കാരണം WHO വെബ്സൈറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് they haven't recognized a separate strain for the virus yet. അതായത് നമ്മൾ അങ്ങനെ സ്ട്രെയിൻ ആയിട്ട് നമ്മൾ വിളിക്കാനായിട്ട് the virus needs to accumulate considerable amount of mutations in a position or in the genome of the virus which will change its behavior. അതായത് ഇതിങ്ങനെയാണ് അതായത് let's say for example if this virus causes only flu-like symptoms and the other one is causing something else in addition to it, അങ്ങനെ ഒരു വരുമ്പോഴാണ് അല്ലെ ഒരു വിറുലൻസിന്റെ ബിഹേവിയറിന് ഡിഫറൻസ് വരുമ്പോഴാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഡിബേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം സർ അതിന് ലിറ്ററേച്ചർ നോക്കാൻ പോയാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലാബ്സിൽ നിന്ന് വരുന്ന അവർ ഒത്തിരി ഡിഫറൻസസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർ സം റീസൺ WHO which is one of the most sources which we can depend on, അവിടെ their World Health Organization, അവരെ നോക്കിയാൽ they have not given a statement for a difference in the strain. So we can use the word isolate. ചൈനയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത വൈറസിനെ അവർ ജീനോം സീക്വൻസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇറ്റലിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് റോമിൽ വെച്ചാണ്. ഒരു ചൈനീസ് ടൂറിസ്റ്റ് ഇങ്ങനെ പോസിറ്റീവ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ ബോഡിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത വൈറസിന് സീക്വൻസ് ചെയ്തപ്പോൾ അത് സെയിം ആയിരുന്നു ചൈനയിലുള്ളത് തന്നെ. രണ്ടാമത് വരുന്ന പോസിറ്റീവ് കേസ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എൻ ഇറ്റാലിയൻ സിറ്റിസൺ ഹു വാസ് റിട്ടേണിംഗ് ഫ്രം വുഹാൻ. ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളാണ്. പുള്ളിയുടെയും സെയിം ഐസൊലേറ്റ് ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ രണ്ട് സീക്വൻസിങ് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത് എക്സാക്ട് സെയിം ഓഫ് ചൈന ഇറ്റ്സെൽഫ്. ഫുൾ ലെങ്ത് ജീനോം സീക്വൻസിങ് ആണ് ഞാൻ ഈ പറയുന്നത്, നോട്ട് ജസ്റ്റ് ജീൻസ്. മൂന്നാമത് ഇങ്ങനെ ഫുൾ ലെങ്ത് ജീനോം സീക്വൻസ് ചെയ്തത് ഈ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയ ലൊംബാർഡിയ എന്ന് പറഞ്ഞ റീജിയനിലാണ്. നോർത്തേൺ ഇറ്റലിയിലുള്ള ലൊംബാർഡിയ എന്ന് പറഞ്ഞ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്നത്. മിലാനൊക്കെ അവിടെ ഉള്ളത് ആ റീജിയനിലാണ്. അവിടെ നിന്ന് അവരൊരു പേഷ്യൻറ്റ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അത് ഫുൾ ലെങ്ത് ജീനോം സീക്വൻസ് ചെയ്തായിരുന്നു അവർ. ദാറ്റ് സ്റ്റാർട്ടഡ് ടു ഷോ ഡിഫറൻസ്. കാരണം ആ ഒരു സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് നോ ലോnger showed or it matched, of course it matched with China, but it showed more matches to the European isolate. പിന്നെ ഞങ്ങൾ ചെയ്തതും യൂറോപ്യൻ ഐസൊലേറ്റ് ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത് കൂടുതലും. സോ ചൈനയിൽ നിന്ന് തുടങ്ങിയ SARS-CoV-2 എന്ന് പറയുന്ന ഇറ്റ് ഇസ് നോ ലോnger വാട്ട് ഇസ് സർക്കുലേറ്റിംഗ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഇപ്പം ഒറിജിൻ ചൈന തന്നെയാണ്. because you need to understand that theoretically every time a virus replicates
mutations will happen. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അല്ലെ ഹയർ മാമൽസിലുള്ള പോലെ ഒരു പ്രൂഫ് റീഡിംഗ് മെക്കാനിസം വൈറസിനില്ല. വൈറസ് basically has nothing. It only has a genome and then it infects the cell and then uses every machinery inside the human cell or the cell that is infecting. അപ്പോൾ അവർക്ക് നമ്മുടെ ബോഡിയിലാണെങ്കിൽ പോലും റെപ്ലിക്കേഷൻ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എവറി ഡേ എവറി മിനിറ്റ് ദ സെൽസ് ഇൻ എ ബോഡി ആർ ഡിവൈഡിങ്, DNA is replicating. പക്ഷെ വി ഹാവ് വെരി സ്ട്രോങ് പ്രൂഫ് റീഡിംഗ് മെക്കാനിസം. ഒരു ബേസ് പെയർ പോലും തെറ്റ് വന്നാൽ ഉടനെ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കറക്റ്റ് ചെയ്യാത്ത അവസ്ഥകൾ നമുക്കറിയാം. മ്യൂട്ടേഷൻസ് വന്ന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ വൈറസിന് അങ്ങനെ ഒരു പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എവറി ടൈം എ വൈറസ് റെപ്ലിക്കേറ്റ്സ് തിയററ്റിക്കലി ദർ ഇസ് മ്യൂട്ടേഷൻസ് ഇൻ ഇറ്റ്. എത്ര നമ്പർ മ്യൂട്ടേഷൻസ് ഉണ്ടോ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് റാൻഡം ആയിട്ടാണ് മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റേറ്റ് ഓഫ് മ്യൂട്ടേഷൻ ഓൾസോ ഡിഫേഴ്സ് ഫ്രം വൈറസ് ടു വൈറസ്. ഈ മ്യൂട്ടേഷൻ സാധാരണ നോൺ സിനോണിമസ് ആയിരിക്കും, ഇൻ ദ സെൻസ് ദാറ്റ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വൈറസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദേ കീപ് അക്യുമുലേറ്റിംഗ്. പക്ഷേ അങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ഐസൊലേറ്റ് ഒറിജിനേറ്റ് ആവുന്നത്. അതായത് ചൈനയിൽ നിന്ന് തുടങ്ങിയ വൈറസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് വൺ ഹാസ് സോ മെനി ഡിഫറെൻറ്റ് മ്യൂട്ടേഷൻസ് ഓൺ ഡിഫറെൻറ്റ് റീജൻസ്. പക്ഷേ ഇത് SARS-CoV-2 അല്ലേന്ന് ചോദിച്ചാൽ അതെ, ഇതും SARS-CoV-2 ആണ്, അതും SARS-CoV-2 ആണ്. രണ്ടുപേരുടെയും വിർലൻസിന്റെ വ്യത്യാസം വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് there hasn't been a reasonable study which shows that the virulence is different or not. ഓൺലൈൻ നോക്കാൻ പോയാൽ you have so many discussions going on. പക്ഷേ നത്തിങ് ദാറ്റ് ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഓൾ ടുഗെദർ ഹാസ് അപ്രൂവ്ഡ് സോ ഫാർ. അതായത് ആ ഒരു ഐസൊലേറ്റും ഈ ഒരു ഐസൊലേറ്റിലും സിഗ്നിഫിക്കൻറ്റ് വിർലൻസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വിർലൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ വൈറസ് ഇത്ര വിർലന്റ് ആകാനുള്ള റീസൺ എന്താ? നേരത്തെ സാർസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്പ്രെഡ് കുറവായിരുന്നു. അതായത് this is the third coronavirus pandemic which we are having in the last 2 decades. 2000 തുടങ്ങിയ ശേഷം മൂന്നാമത്തെ ഒരു കൊറോണ വൈറസ് പാൻഡമിക് നമുക്കുണ്ട്. ആദ്യത്തേത് 2003 കാലഘട്ടങ്ങളിൽ ഞാൻ SBയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സാർസ് ഔട്ട്ബ്രേക്ക് ആയിരുന്നു. രണ്ടാമത് വന്നത് 2012-13 ആ സമയത്താണ് തോന്നുന്നു, MERS, അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ആ ഒരു വൈറസ്, അതും കൊറോണ വൈറസ് ആണ്. പക്ഷെ അത് ഇറ്റ് വാസ് ലോക്കലൈസ്ഡ് ടു ദി അറേബ്യൻ പെനിൻസുല. ഇവ രണ്ടും അതിലും SARS-CoV-2 ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ MERS, if you take for example, they cannot replicate in our upper respiratory tract. കാരണം ഈ വൈറസിന് സെല്ലിനെ ഇൻഫെക്ട് ചെയ്യാൻ വേണ്ട റിസെപ്റ്റർ ഇറ്റ് ഈസ് ഓൺലി എക്സ്പ്രസ്ഡ് ഇൻ ദ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അത് കാരണം if you look into all the viruses which cause respiratory distress, they can either infect the upper respiratory tract or lower respiratory tract, or in rare cases both. Upper respiratory tract-ലാണ് ഇൻഫെക്ഷൻ അവർ പ്രൈമറി കോസ് ചെയ്യുന്ന വെച്ചാൽ they can infect in either places. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ if they are primarily infecting the upper respiratory tract, then they will spread easily. They will spread very easily from one person to another person, but their cases will not be very severe. അതായത് അസുഖം വന്നു കഴിഞ്ഞാൽ it will not be that severe for the person. At the same time, if the virus is replicating in the lower respiratory tract, the condition will be very serious because the patient will have to be intubated and has to be hospitalized for a very long period of time. Severe condition ആയിരിക്കും. പക്ഷേ they don't spread that quickly കാരണം because the replication primary area is in the lower respiratory tract. MERS എടുത്താൽ MERS എക്സ്ക്ലൂസീവ്ലി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് അതിന്റെ റെപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സ്പ്രെഡ് അത്രയും അധികം പോവാതിരുന്നതും. ഇറ്റ് ഓൺലി സ്പ്രെഡ് ഇൻ ദി അറേബ്യൻ പെനിൻസുല റീജൻ പ്രൈമറിലി ഇൻ ഹ്യൂമൻസ്. പക്ഷേ MERSന് camels were also a secondary host where they could replicate, and in camels it could replicate in the upper respiratory tract. അതൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. പക്ഷേ since we are only focusing for humans, human to human transmission വരാനായിട്ട് വളരെ കുറവായിരുന്നു because the virus primarily only replicates in the lower respiratory tract. അപ്പറിൽ അതിന്റെ റിസെപ്റ്റർ ഇല്ല. SARS-CoV-2, അതായത് ഇപ്പോൾ ഉള്ള വൈറസിന്റെ പാൻഡമിക് നോക്കുമ്പോഴത്തേക്ക് ദിസ് വൈറസ് ഇസ് ഫ്രീലി റെപ്ലിക്കേറ്റിംഗ് ഇൻ അപ്പർ ആൻഡ് ഇൻ ലോവർ ഓൾസോ. ഇനിഷ്യലി ഇറ്റ് വിൽ റെപ്ലിക്കേറ്റ് ഇൻ ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ദെൻ ഇറ്റ് ഗ്രാജുവലി ഓവർ ടൈം ഇറ്റ് പ്രോഗ്രസസ് ടു ദി ലോവർ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പെട്ടെന്നൊരു വിർലൻസ് വരാൻ കാരണം ദിസ് വൈറസ് എൻറ്റേഴ്സ് എ പോപ്പുലേഷൻ ഇൻ എ സ്റ്റെൽത്ത് മോഡ്. അതായത് ഒളിവിലാണ് ഇതൊരു പോപ്പുലേഷൻ എൻ്റർ ചെയ്യുന്നത്. കാരണം ഇൻഫെക്റ്റ് ആയ പേഷ്യൻറ്റിന് ആദ്യം അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് മൈറ്റ് നോട്ട് ഫീൽ സിക്ക്. ചെറിയൊരു ജലദോഷം പോലെ വരും, നമ്മളതിനെ ഒരു ചെറിയൊരു ജലദോഷം എന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയും ചെയ്യും. ഇഫ് ദ പേഴ്സൺ ഇസ് വെരി ഹെൽത്തി ആൻഡ് വെരി യങ്, അതുപോലും ഒരു സിംറ്റംസ് പോലും വരത്തില്ല. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ഇസ് ഓൾറെഡി ഇൻഫെക്റ്റഡ്, ഹീസ് എ കാരിയർ. അപ്പോൾ അത് അങ്ങനെ ഒരു പോപ്പുലേഷനിലോട്ട് വൈറസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ, ഈ കറന്റ് സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് നീഡ്സ് അറ്റ്ലീസ്റ്റ് 14 days
for us to know that the person is infected. Our 14 days period, this person interacts with so many other people, talks to so many other people. In the process, he will infect other people as well. അങ്ങനെ അത് സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ഇപ്പൊ നമ്മുടെ ചങ്ങനാശ്ശേരി ഒരു പോപ്പുലേഷനായിട്ട് എടുത്താൽ ചങ്ങനാശ്ശേരിയിലെ ഫസ്റ്റ് പോസിറ്റീവ് കേസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ആ സമയത്തുള്ളിൽ ആ വ്യക്തി എത്ര പേരായിട്ട് ഇന്ററാക്ട് ചെയ്ത് കാണും? ദേ ആർ ഓൾ ക്യാരിയേഴ്സ്. മനസ്സിലായല്ലേ? അതിൽ നിന്ന് ഒരാൾ ചിലപ്പം ചങ്ങനാശ്ശേരി ആലപ്പുഴയിൽ എന്നും പോയി വരുന്ന ആളായിരിക്കും. അങ്ങനെ ചങ്ങനാശ്ശേരി ആലപ്പുഴയിൽ അതെത്തും. You understand what I'm trying to say? So this virus, ഈ ഒരു വിർലൻസ് നേച്ചർ എന്ന് പറയാൻ കാരണം it's just because of the behavior of the virus. അതൊരു stealth മോഡിലാണ് അതൊരു പോപ്പുലേഷനിൽ എൻ്റർ ചെയ്യുന്നത്. By the time we know that the population is infected by the virus, it's already 14 days. It's a bit late. അതിന് അപ്പോഴായിരിക്കും നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ല? അപ്പം ആ ഭാഗം നമ്മൾ ആ പോപ്പുലേഷൻ അങ്ങ് ലോക്ക്ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ദ വൈറസ് ഇസ് ഓൾറെഡി സക്സസ്ഫുൾ എൻറ്റേർഡ് ആൻ അതർ പോപ്പുലേഷൻ. മനസ്സിലായി? ഈ ഒരു ബിഹേവിയർ നമ്മൾ സാസിൽ കണ്ടിട്ടില്ല, മേഴ്സിൽ ഒട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വിർലൻസിന് ഇമ്പോർട്ടൻസ് വരികയും അതുകൊണ്ടാണ് വി ആർ ഏർജിങ് ഫോർ സോഷ്യൽ ഡിസ്റ്റൻസിങ്. You understand? So if you do not provide the reason for the virus to jump from one person to another, by social distancing you're moving the distance apart, right? Airborne alla virus chumma kaatithoda padannu povathilla. It is only airborne through droplets. That the infect aya patient when he sneezes, then you have these droplets carrying the virus which come and remain suspended in the air for seconds to few minutes. Adigulilla. Then it gets settled down. Or the person sneezes into his hands or uses a kerchief and then whatever it is and then holds a doorknob or ബസ്സിലെ ബാർ ആണെങ്കിലും ഇരിക്കുന്ന അവിടെ തൊടുമ്പോഴത്തേക്ക് പിന്നെ ഒരു വ്യക്തി വന്ന് തൊടുമ്പോഴത്തേക്ക് ആ ഒരു സർഫേസിൽ ഇറ്റ് ക്യാൻ സർവൈവ്. പിന്നെ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം another person comes also in contact with it, അല്ലേ? എന്നിട്ട് then that person might itch his nose or I don't know touch his face, then the virus gains entry into that person's system. അങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അത് കുറയ്ക്കാനാണ് നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പറയുന്നത്. The main reason why we are asking for social distancing. ഈ മെഴ്സിന്റെ ഒരു കാരിയർ ആണ് നമ്മുടെ ക്യാമൽ എന്ന് പറഞ്ഞു, അല്ലേ? ഒരു റിസർവോയർ. ലൈക്ക്വൈസ് ഈ കോവ്-2-ന് ഒരു റിസർവോയർ എന്തെങ്കിലും ഉള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സീക്വൻസ് വെച്ചാൽ നോക്കിയാണ് നമ്മൾ വൈറസിന്റെ ഒറിജിൻ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. So we have always been threatened by one particular animal in the environment, which is bats. SARS-CoV-2 the origin നമ്മൾ മനസ്സിലാക്കുന്നത് as of now it was in bats only. കാരണം ബാറ്റ്സിലെ വൈറസിനെ സ്റ്റഡി ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. They have seen similar genomes or they have seen other viruses with similar genomes which could have been the parental strain. In that case it is a strain in the bats. ഈ SARS-CoV-2 ആയത് ഹ്യൂമൻസിൽ ജമ്പ് ചെയ്ത ശേഷമാണ്. You understand? കാരണം a virus would only drastically change if there is a pressure on it. It doesn't have to mutate for its survival, അങ്ങനെ പറയട്ടെ. Because all these random mutations which happen are just random mutation. It doesn't change the behavior of the virus. പക്ഷേ if the virus has to make a serious mutation in its genome, അപ്പം evolutionary pressure വേണം. നമ്മുടെ you can apply Darwin's selection theory everywhere. കാരണം when there is a pressure from the nature for survival, if the virus doesn't change then it will become extinct. അങ്ങനെ ഒരു പ്രഷർ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് one of the main reasons why we see the genome of SARS-CoV-2 is more stable. ഇതിന്റെ origin as of now we believe that it is bats only. Bats have so many viruses, not just coronaviruses. They have Nipah, for example, which is totally different in them. ബാറ്റും ഹ്യൂമൻസ് തമ്മിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ് കുറഞ്ഞപ്പോഴത്തേക്ക് the chances of a virus jumping between species increased. അങ്ങനെയാണ് ഹ്യൂമൻസിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് the behavior is completely different. ഇപ്പം ഒരു സ്പീഷീസിൽ ഇങ്ങനെ ബിഹേവ് ചെയ്തെങ്കിൽ അടുത്ത സ്പീഷീസിൽ അങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇല്ല. സൂനോട്ടിക് ഡിസീസസ് തന്നെ നോക്കിയാൽ തന്നെ ഇറ്റ് ബിഹേവ്സ് ഡിഫറെന്റ് ഇൻ ഇറ്റ്സ് വെക്ടർ ആൻഡ് പ്രോബബ്ലി സെക്കൻഡറി ഹോസ്റ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡറി ഹോസ്റ്റിലും ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ ഇതും. പ്രൈമറി ഹോസ്റ്റിലായിരിക്കും അത് ഇറ്റ് വിൽ ഹാവ് എ ഡിഫറെന്റ് ബിഹേവിയർ കംപ്ലീറ്റ്ലി. സ്പീഷീസ് ജമ്പ് ചെയ്യുന്നതിന് ശേഷം SARS-CoV-2 became SARS-CoV-2, and what we see right now is all started probably from one person, and now of course not probably, it of course started from one person, or the virus jumped from bat into one person and then the whole pandemic. I think I even recently read a paper
the genome of the SARS-CoV-2 matched to a certain percentage to a one that has been found in the bats in the Wuhan area. Probably that might have been the ancestor of this current SARS-CoV-2. We cannot exactly pinpoint when the jump happened, but we can easily say from which species to which species did it jump. In this case, from bats to humans. ഇപ്പോഴത്തെ ഈ CoV2 വൈറസ് ഇതിന് തന്നെ മ്യൂട്ടേഷൻ വന്ന് വേറെ ടൈപ്പ് ഓഫ് വൈറസ് ആയി മാറാൻ ചാൻസ് ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വൈറസിന് സെലക്ഷൻ പ്രഷർ ഇല്ല. From the nature, there is no pressure on it to evolve, which is quite lucky for us. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ the virus, we don't see any in the foreseeable future, we don't see any drastic mutations in this virus just because of this one reason. Mutations vannal polum, they might not be something that will drastically change the behavior of the virus. Influenza വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് very stable ആണ് SARS-CoV-2 genome. മാർച്ച് തുടക്കത്തിൽ there were around 111 mutations only documented in the SARS-CoV-2 genome from the beginning of the pandemic, which is comparatively less. There are so many other viruses which accumulate random mutations like crazy. All these factors together, nature selection pressure, the virus does not have to evolve. It can accumulate mutations, but it does not have to evolve into something else, a new virus or more virulent. It is fine. So if we eradicate this before another pressure comes, which is good, but in the foreseeable future, we don't see this virus changing into something more dangerous for this one particular reason. So that's good news. അപ്പോൾ നമുക്കിതിനെതിരെ ഒരു പുതിയ മെഡിസിൻ ഡെവലപ്പ് ചെയ്യാനോ വാക്സിനേഷനോ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അല്ലേ? Yes. ഇതിന്റെ നേരത്തെ പറഞ്ഞ if you compare it with influenza, it has a very stable genome. Very stable genome, it supports vaccine development. You don't need to make a vaccine which has to fight like 5 or 6 strains or even 10 strains of virus. You only have to focus on one particular virus. You only need one vaccination for all these isolates from different parts of the world. എല്ലാവരും ഇതിന്റെ വാക്സിനേഷൻ എടുക്കേണ്ടി വരുമോ? If it is something that will remain in our population, like polio or measles or something, then we need to make sure that everybody is getting vaccinated, and then we need to know how long the vaccination will protect us, so that there comes a booster. It will take at least a year or a year and a half to come into market, although they have already reached human trials. So our aim should be to limit the spread of the virus and stop it as much as possible. Karnam, if the virus does not spread, then the plateau will go down. The number of infected cases, if they're young and healthy, they will recover. Unfortunate ones will no longer be with us. At the time, no new cases are there. So the old cases will either get recovered or they will die. No new cases, the curve will become flat. It will reach the bottom of zero. Now it's plateau stage. It's still rising, right? In China, fortunately, they have reached the plateau. I think mid-March or early March, they have not reported any more new cases. So it's fine, but we need to remember that in China, this started sometime early December, and they reached a plateau in March, which is like 4 months. So this is, if you look into the SARS, which happened in the past also, it took like a year and a half for the whole thing from the beginning to the end, for the global pandemic to finish. So it will take time. But in Italy, as I said, we haven't reached a plateau yet. But we are on the 3rd week of lockdown now, and Italy will be in lockdown until the end of April. Mm-hmm. So by that time, because the cases that we are seeing now are the cases which happened 2 or 3 weeks ago. In fact, hospitalized. So the lockdown effect we need to wait for a couple of weeks. The country is locked down until end of April. So at that point, if everything goes according to plan, we assume that we will not see any more new cases and we will attain the plateau of the curve. But Italy, one is this reason that Italy is one of the countries, or the country in Europe, which has the highest number of elder generation population.
ഡെത്ത്സ് ഇത്രയും കൂടുതൽ വരാൻ കാരണം. ആൻഡ് ഓൾസോ ദർ വാസ് എ മീഡിയ ലീക്കേജ് ഇൻ ദ ബിഗിനിങ്. കാരണം ലൊംബാർഡിയ, വെനറ്റോ എന്ന് പറഞ്ഞ ഈ 2 റീജിയൻസ് ഉണ്ട് നോർത്തിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കേസസ് വന്നിരുന്നത്. ബിഫോർ ദി ഗവൺമെന്റ് കുഡ് പബ്ലിക്കലി അനൗൺസ് എ ലോക്ക്ഡൗൺ, മീഡിയ അത് ലീക്ക് ചെയ്തു. അപ്പം ആൾക്കാർ അവിടെ നിന്ന് ദേ ഓൾ കെയിം ഔട്ട് ടു ദ സൗത്ത് ഓഫ് ഇറ്റലി carrying the disease with them. So that is also a reason. But India, Kerala especially, so far നോക്കുമ്പോഴത്തേക്ക് Kerala is doing good. Control ചെയ്യാനായിട്ട്, contain ചെയ്യാനായിട്ട് it is doing very good. Unfortunately, other places are not doing that good. I even told people also, നമ്മുടെ കേരളത്തിൽ this is the second time SARS-CoV-2 is coming. The first time it came 3 cases ഉണ്ടായിരുന്നു, 3 പേരും റിക്കവർ ആയി. കേരളയിലെ ഹെൽത്ത് കെയർ സിസ്റ്റമും ദി നോളജ് ഓഫ് ദ ജനറൽ പബ്ലിക് ഇസ് വെരി ഗുഡ്. ദ ഇൻഫോംഡ് ഡിസിഷൻ ഇറ്റ്സ് വെരി ഗുഡ്. അതുകൊണ്ട് തന്നെ us as a state we will be able to contain it, but us as a country it is going to be difficult because we need to let everyone know the seriousness of the condition. They need to learn it from countries like Italy. ഇപ്പോൾ ചെറിയ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാരാജ്യം തന്നെയാണ്. വി ആർ ലൈക്ക് ദി സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ. നമുക്ക് ചൈനയെ പോലത്തെ കണ്ടെയ്ൻമെന്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. സോ ഇഫ് വി ഡോണ്ട് കൺട്രോൾ ഇറ്റ്, ഇന്ത്യ മൈറ്റ് ഫേസ് എ ബിഗ് പ്രോബ്ലം ആസ് എ ഹോൾ. പക്ഷെ കേരളത്തിൽ ഇറ്റ് ഇസ് ഗോയിങ് ഗുഡ് സോ ഫാർ. ദ കണ്ടെയ്ൻമെന്റ് ഇസ് വെരി ഗുഡ്. ബട്ട് നമ്പേഴ്സിനെ എത്ര പെട്ടെന്നാവോ അത്രയും പെട്ടെന്ന് തന്നെ കൺട്രോളിൽ എത്തിക്കണം, വിച്ച് ഇസ് ഗുഡ് സോ ഫാർ. ശ്രീജിത്തിന്റെ ടോക്ക് എനിക്ക് വളരെ സയന്റിഫിക് ആയിട്ട് അറിവുള്ളവർക്കും അക്കാഡമീഷ്യൻസിനും ജനറൽ പബ്ലിക്കിനും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. I hope so too. Thank you very much. Thank you, sir. And wish you all the best. Thank you so much.